ഫാമിലിന്റെ പിടുത്തം വിട്ടുപോയ ദിവസമാട്ടോ ഇന്ന്. ഇതൊക്കെ ചെയ്ത സമയത്ത് എന്റെ പൊന്നു മക്കളെ പണി പാളിയെന്ന് വിചാരിച്ചോട്ടെ. കവയെ അങ്ങോട്ടേക്ക് കീറി പോകുമെന്ന് വിചാരിക്കുന്ന രീതിയിലാണ് ഈ സംഭവമൊക്കെ ചെയ്തത്. നമ്മൾ ആദ്യം ചെയ്ത സ്ഥലത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് അത്യാവശ്യം മെഷീനും കാര്യങ്ങളൊക്കെ പരിചയം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ട്രെയിനർ ഉണ്ടല്ലോ, നമ്മളെ വിട്ടിട്ട് എങ്ങോട്ടും പോകാറില്ല. സാറ് കൃത്യമായിട്ട് അടുത്ത് വന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ച് ഫോമൊക്കെ ഇങ്ങനെ കറക്റ്റ് ആക്കി തരും കേട്ടോ. ഞങ്ങൾ സ്വന്തം ചെയ്തോളാം, അല്ലെങ്കിൽ നമുക്കറിയാം. അങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ സാറിന്റെ അടുത്ത് ഇല്ല കേട്ടോ. സാർ അടുത്ത് നിന്നിട്ട് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. നമ്മൾ കുഞ്ഞിതിരെ ക്ലാസ്സിലൊക്കെ പോയിട്ട് ഈ ഒക്കെ എഴുതി പഠിക്കുന്ന സമയത്ത് നമ്മുടെ ടീച്ചർ നമ്മളെ കയ്യെ പിടിച്ച് അങ്ങോട്ട് എഴുതിപ്പിച്ചു തരില്ലേ എന്ന് പറഞ്ഞ പോലെ കേട്ടോ നമ്മുടെ ട്രെയിനർ അത്രയും നമ്മളെ ശ്രദ്ധയോടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് ചെയ്യിപ്പിക്കും കേട്ടോ. ഒത്തിരി ആൾക്കാർ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഒരു ലൈക്ക് ഒരു കമന്റ് ഒക്കെ തന്ന് ഞങ്ങളെ മെല്ലെ ഒന്ന് ഉയർത്തി വിടണം കേട്ടോ. എല്ലാവരുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഉഷാറായിട്ടോ ഓരോ ദിവസം ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് പോവാട്ടോ. ഓരോ മെഷീൻ ഇങ്ങനെ പരിചയപ്പെട്ട് വരുവാണ്. സ്വന്തം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി വ്യത്യാസം വന്നു എന്നാണ് ഇതിന്റെയൊക്കെ അർത്ഥം.